ഒരു പെർമ്യൂട്ടേഷൻ written in disjoint cycle form is the least common multiple of lengths of the cycles. അതായത് ഒരു പെർമ്യൂട്ടേഷൻ ഇങ്ങനെ ഈ രണ്ട് പെർമ്യൂട്ടേഷൻ ഡിസ്ജോയിന്റ് ആണ്. ഈ പെർമ്യൂട്ടേഷൻ ഡിസ്ജോയിന്റ് ആണ്. ഈ സൈക്കിളും ഡിസ്ജോയിന്റ് ആണ്. അപ്പോൾ ഇത് ഏതോ ഒരു പെർമ്യൂട്ടേഷനെ ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഈ ഫുൾ പെർമ്യൂട്ടേഷന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ ഈ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ ലെങ്തുകളുടെ LCM എടുക്കാനാണ് പറയുന്നത്. അല്ലെ, ഇതിന്റെ ലെങ്ത് 4 ആണ്, 3 ആണ്. ഇതിന്റെ ലെങ്ത് 4 ആണ്, 6 ആണ്. 3ന്റെ 6ന്റെ LCM 6. അതവിടെ ഇവിടെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. അതാണ് ഈ തിയറം പറയുന്നത്. അപ്പോ നമുക്കറിയാം ഒരു ലെങ്ത് n ആയിട്ടുള്ള സൈക്കിളിന്റെ ഓർഡർ n ആണ്. ആൽഫയും ബീറ്റയും ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആണ്. ആൽഫയുടെ ലെങ്ത് m ആണെന്നും ബീറ്റയുടെ ലെങ്ത് n ആണെന്നും ഞാൻ എടുക്കും. ആൽഫയുടെ ലെങ്ത് m ആണെങ്കിൽ ആൽഫയുടെ ഓർഡർ m ആയിരിക്കും. ബീറ്റയുടെ ലെങ്ത് n ആണെങ്കിൽ ബീറ്റ എന്ന സൈക്കിളിന്റെ ഓർഡർ n ആയിരിക്കും. എനിക്ക് ഇവിടെ LCM എടുക്കുക. ഞാൻ എമ്മിന്റെ എന്നിന്റെ LCM k എന്ന് വിളിച്ചു. ആൽഫ ബീറ്റന്റെ ഓർഡർ t എന്ന് കണ്ടുപിടിക്കുക. t എന്ന് ഞാൻ എടുത്തു. അപ്പൊ എനിക്ക് t is equal to k എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ t is equal to k എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് k less than or equal to t എന്നും t less than or equal to k എന്നും പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ k is equal to k എന്ന് വെച്ചാൽ എമ്മിന്റെ എന്നിന്റെയും LCM ആണ്. അപ്പൊ എമ്മിന്റെ മൾട്ടിപ്പിൾ ആണ് k ആണ്. എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് k, എന്നിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് k. അപ്പൊ ആൽഫ റൈസ് ടു k എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു m, ആൽഫ റൈസ് ടു m ദ ഹോൾ റൈസ് ടു ആൽഫ റൈസ് ടു m e ആണ്, e റൈസ് ടു e ആവും. ബീറ്റ റൈസ് ടു k എന്ന് വെച്ചാൽ ബീറ്റ റൈസ് ടു ns, ബീറ്റ റൈസ് ടു n ദ ഹോൾ റൈസ് ടു s, ബീറ്റ റൈസ് ടു n e ആണ്, e റൈസ് ടു s ആകുമ്പോൾ ഐഡന്റിറ്റി ആവും. തൊട്ടു മുമ്പുള്ള നമ്മൾ തിയറം പറഞ്ഞ എന്താണ്? ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യുമെന്ന് ഇന്നലെ തിയറം പറഞ്ഞു. തിയറം 2.2 ആണെന്ന് തോന്നുന്നു. തിയറം 2.2 പറഞ്ഞ അങ്ങനെയാണ് അല്ലെ? തിയറം 2.2 പറഞ്ഞ അങ്ങനെയാണ്. ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യും. ഇപ്പൊ ആൽഫ ബീറ്റയും ബീറ്റ ആൽഫയും ആൽഫ ബീറ്റ കമ്മ്യൂട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ആൽഫ. നമുക്കറിയാം എ ബി ദ ഹോൾ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ റൈസ് ടു കെ ഇൻറ്റു ബി റൈസ് ടു കെ എന്ന് എഴുതണമെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി എ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പൊ ആൽഫ ബീറ്റ ദ ഹോൾ റൈസ് ടു കെ ഈസ് ഐഡന്റിറ്റി ആയി. അപ്പൊ നോക്കിയേ, നമ്മൾ ഓർഡർ ഓഫ് ആൽഫ ബീറ്റ ടി എന്ന് എടുത്തിട്ടുണ്ട്. ആൽഫ ബീറ്റ ദ ഹോൾ റൈസ് ടു കെ ഐഡന്റിറ്റി ആയി. നമുക്ക് നേരത്തെ ഒരു റിസൾട്ട് അറിയാം. എന്താണ്? ഒരു എലമെന്റിന്റെ ഓർഡർ എ എന്ന എലമെന്റിന്റെ ഓർഡർ n ആണ്. അബദ്ധവശാൽ എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു ഏതോ ഒരു സിറ്റുവേഷനിൽ ഐഡന്റിറ്റി കിട്ടി. അങ്ങനെ വന്നാൽ n ഡിവൈഡ്സ് m എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചൊരു തിയറമാണ്. എ എന്ന എലമെന്റിന്റെ ഒരു ഗ്രൂപ്പിലെ എ എന്ന എലമെന്റിന്റെ ഓർഡർ n ഉം എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റിയും വന്നാൽ n ഡിവൈഡ്സ് m എന്ന് കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ടി മസ്റ്റ് ഡിവൈഡ് കെ ആവും. ടി മസ്റ്റ് ഡിവൈഡ് കെ ആണെങ്കിൽ ആരാ വലുത്? ടി ചെറുതും കെ വലുതുമാണ്. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ, ഈക്വലും ആവും വേണമെങ്കിൽ. ഇനി ആൽഫ ബീറ്റന്റെ ഓർഡർ ടി ആണെങ്കിൽ ആൽഫ ബീറ്റ ദ ഹോൾ റൈസ് ടു ടി ഐഡന്റിറ്റി ആയിരിക്കും. ആൽഫ റൈസ് ടു ടി ഇൻറ്റു ബീറ്റ റൈസ് ടു ടി ഐഡന്റിറ്റി ആയിരിക്കും. കാരണം എന്താണ്? ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ആൽഫ ആയതുകൊണ്ടാണ് ആൽഫ ബീറ്റ ദ ഹോൾ റൈസ് ടു ടി ഈസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു ടി ഇൻറ്റു ബീറ്റ റൈസ് ടു ടി എന്ന് എഴുതിയത്. രണ്ട് സൈഡും ബീറ്റ റൈസ് ടു മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ റൈസ് ടു ടി ഈസ് ഈക്വൽ ടു ബീറ്റ റൈസ് ടു മൈനസ് ടി എന്നാവും. അപ്പൊ നമുക്കറിയാം ആൽഫയ്ക്കും ബീറ്റയ്ക്കും എന്തില്ല? ആൽഫ ബീറ്റ ഡിസ്ജോയിന്റ് അല്ല. അപ്പൊ കോമൺ സിമ്പിൾസ് ഒന്നുമില്ല അല്ലെ? ആൽഫ ആൻഡ് ബീറ്റ ഹാവ് നോ കോമൺ സിമ്പിൾസ്. No common symbol. Hence alpha raised to t and beta raised to minus t have അല്ലെ? സൈക്കിളിലുള്ള എലമെന്റ്സുകൾ പിന്നെ ഇപ്പൊ നിങ്ങൾ ഓർമ്മയുണ്ടാവും. ആൽഫ ഇസ് ഈക്വൽ ഒരു സൈക്കിൾ ആണെങ്കിൽ ആൽഫ സ്ക്വയർ എടുത്താലും ആൽഫ ഒരു സൈക്കിൾ ആണെങ്കിൽ ഇപ്പോൾ എ ബി സി എന്നൊരു സൈക്കിൾ ആണെങ്കിൽ ആൽഫ സ്ക്വയർ എടുത്താലും അവിടെ സൈക്കിളിൽ ഇവർ മൂന്ന് പേരല്ലാതെ വേറെ ആരും വരില്ല. അടുത്ത് ആൽഫ ക്യൂബ് എടുത്താലും ഇവർ മൂന്ന് പേരല്ലാതെ ആക്ച്വലി ആൽഫ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഈ സൈക്കിൾ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ആൽഫ സ്ക്വയർ എടുക്കുമ്പോൾ
അങ്ങനെ എ ബി സി, ഇവിടെ എ ബി സി ആണെങ്കിൽ എ ബിയിലോട്ട് പോകും, ബി സിയിലോട്ട് പോകും, സി എയിലോട്ട് പോകും. ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എ ബി സി ബി സി എ, ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? എ ബി സി, എ ബിയിലോട്ട് ബി സിയിലോട്ട്, ബി സിയിലോട്ട് സി എയിലോട്ട്, സി എയിലോട്ട് അല്ലെ എ ബിയിലോട്ട് ബി സിയിലോട്ട്, ബി സിയിലോട്ട് സി എയിലോട്ട്, സി എയിലോട്ട് എ ബിയിലോട്ട്, ഇങ്ങനെ കിട്ടും. ആൽഫ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്നത് എങ്ങനെ? എ സി ബി എന്നാവും, എ ബി സി എ സി ബി ആവും. അടുത്ത ആൽഫ ക്യൂബ് എടുക്കുമ്പോൾ, ആൽഫ ക്യൂബ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് എ സി ബി, എ സി ബി ആവുമ്പോൾ എ സി ബി ആവും, ബി എ ആവും, ഇൻറ്റു ആൽഫ എ ബി സി ബി സി എ ഈക്വൽ ടു എ ബി സി, എ ബിയിലോട്ട് പോവും, ബി എയിലോട്ട് പോവും അല്ലെ, ബി സിയിലോട്ട് പോവും, സി ബിയിലോട്ട് പോവും, സി ആവും. ഐഡന്റിറ്റി ആവും, ആൽഫ ക്യൂബ് ഐഡന്റിറ്റി ആവും, ലെങ്ത് 3 ആണ്. അപ്പോൾ ഇവിടെ എ സി ബി എന്തായി? എ ബി സി എ സി ബി ആയി. അടുത്തത് ഇവിടെ ഐഡന്റിറ്റി ആയി അല്ലെ. എന്ന് വെച്ചാൽ ഈ സൈക്കിൾ ഇവിടെ എടുക്കുമ്പോൾ സൈക്കിളിലെ എലമെന്റ്സ് മാറുന്നില്ല. സൈക്കിളിലെ എലമെന്റ്സ് അവർ തന്നെ ഓർഡർ മാറി വരുന്നേ ഉള്ളൂ, അപ്പൊ അവർ മാറത്തില്ല. അപ്പോ ആൽഫയിലും ബീറ്റയിലും ഡിസ്റ്റിങ്ക്ട് എൻട്രീസ് ആയതുകൊണ്ട്, എലമെന്റ്സ് ഒന്നും കോമൺ ഇല്ലാത്തതുകൊണ്ട് ആൽഫ റൈസ് ടു ടിയിലും ബീറ്റ റൈസ് ടു ടി, hence alpha raised to t and beta raised to t have no common symbols. Alpha raised to t യിലും beta raised to c യിലും common symbols ഉണ്ടാവില്ല. Alpha raised to t യിലും beta raised to minus t യിലും common symbols ഉണ്ടാവില്ല. നോക്കിയേ, രണ്ട് പെർമ്യൂട്ടേഷൻസ്, രണ്ട് സൈക്കിൾസിന്റെ, ഇതൊരു സൈക്കിളാണ്, ഇത് മറ്റൊരു സൈക്കിളാണ്, രണ്ട് സൈക്കിൾസ് ഈക്വൽ ആണ്, അവയിൽ കോമൺ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ എന്തായിരിക്കും? രണ്ട് സൈക്കിൾസ് ഈക്വൽ ആണ്, അവയിൽ കോമൺ എൻട്രീസ് ഒന്നും ഇല്ല, എന്ന് വെച്ചാൽ അത് രണ്ടും ഐഡന്റിറ്റി ആയിരിക്കും അല്ലെ. They must be identity. They must be identity. Hence alpha raised to t is equal to beta raised to minus t is equal to identity അല്ലേ. alpha raised to t യും beta raised to minus t identity അല്ലേ. That is alpha raised to t is equal to identity implies, alpha raised to t is equal to identity implies ഇപ്പോ ആൽഫന്റെ ഓർഡർ എത്രയാണ്? ആൽഫന്റെ ഓർഡർ നമ്മൾ എം എന്നാണ് എടുത്തിട്ടുള്ളത്, ആൽഫന്റെ ഓർഡർ എം എന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഓർഡർ ഓഫ് ആൽഫ ഡിവൈഡ്സ്, order of alpha divides, order of alpha divides t. Order of alpha divides t ആണെങ്കിൽ ആര് ഡിവൈഡ്സ് t ആണ്? m ഡിവൈഡ്സ് t, m ഡിവൈഡ്സ് t ആണ്. അതുപോലെ beta raised to minus t is equal to identity ആണ്. Beta raised to minus t is equal to identity means beta raised to t is equal to identity, which implies order of beta, നമ്മൾ നേരത്തെ പറഞ്ഞ തീർച്ചയാണ്, beta, order of beta divides t, that is order of beta നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്? n divides t. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? hence we get m divides t and n divides t. m ഉം t നെ ഡിവൈഡ് ചെയ്യുന്നു, n ഉം t നെ ഡിവൈഡ് അല്ലെ. m t ന്റെ ഒരു ഫാക്ടർ ആണ്, ഈ n ഉം t ന്റെ ഒരു ഫാക്ടർ ആണ് അല്ലെ. അപ്പോ thus the least common multiple, thus the LCM of m t ന്റെ ഒരു ഫാക്ടർ ആണ്, n ഉം t ന്റെ ഫാക്ടർ ആണെങ്കിൽ the LCM of m comma n, the LCM of m comma n divides t also.
അല്ലെ? ദാറ്റ് ഈസ് ആരാ? LCM ഓഫ് എം കോമ എൻ ആരാണ്? LCM ഓഫ് എം കോമ എന്നിനല്ലേ നമ്മൾ എന്തെന്ന് എടുത്തിരിക്കുന്നത്? LCM ഓഫ് എം കോമ എൻ കെ എന്ന് എടുക്കുന്നത്. കെ ഡിവൈഡ്സ് ടി. കെ ഡിവൈഡ്സ് ടി ആണെങ്കിൽ ആരാ വലുത്? ടി അല്ലേ വലുത്? ശരിയല്ലേ? കെ ഡിവൈഡ്സ് ടി ആണെങ്കിൽ ടി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കെ എന്നാണ്. അപ്പൊ ആരാ വലുത്? ടി ആണ് വലുത്. അപ്പോ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. നമുക്ക് നേരത്തെ എന്ത് കിട്ടി? ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ഇവിടെ എന്ത് കിട്ടി? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോ യൂസിങ് 1 and 2 എനിക്ക് എന്ത് പറയാം? യൂസിങ് 1 and 2, യൂസിങ് ഇക്വേഷൻ 1 and 2, we get t is equal to k അല്ലെങ്കിൽ k is equal to t. അപ്പോ that is നമ്മൾ t എന്ന് എടുത്തിരിക്കുന്ന ഓർഡർ ഓഫ് ആൽഫ ബീറ്റ അല്ലേ? ഓർഡർ ഓഫ് ആൽഫ ബീറ്റ is equal to k എന്ന് വെച്ചിരിക്കുന്ന LCM ഓഫ് m കോമ n അല്ലേ? that is order of alpha beta is equal to LCM of m എന്ന് എടുത്തിരിക്കുന്ന ആരെയാണ്? ഓർഡർ ഓഫ് ആൽഫയാണ് m എന്ന് എടുത്തിരിക്കുന്നത്. ഓർഡർ ഓഫ് ആൽഫ കോമ n എന്ന് എടുത്തിരിക്കുന്ന ആരെയാണ്? ഓർഡർ ഓഫ് ബീറ്റ. ഓർഡർ ഓഫ് ആൽഫ ബീറ്റ is LCM of order of alpha comma order of beta. അല്ലേ? അപ്പോ രണ്ടുപേരുടെ കാര്യത്തിൽ നോക്കുക. രണ്ട് പെർമ്യൂട്ടേഷൻ, രണ്ട് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ആ രണ്ട് ഡിസ്ജോയിന്റിന്റെ സൈക്കിൾസിന്റെ ലെങ്തുകളുടെ അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് സൈക്കിൾസുകളുടെ ഓർഡറുകളുടെ LCM ആയിട്ടാണ് അല്ലെ? ലെങ്തുകളുടെ LCM എന്നല്ലേ പറഞ്ഞത് അല്ലേ? അതിനേക്കാൾ നല്ലത് ലെങ്ത് ഓഫ് ഓർഡർ ഓഫ് എം കോമ എന്നിന് പകരം അങ്ങനെ എഴുതുന്നതാണ് ബുദ്ധി. ദാറ്റ് ഈസ് therefore order of alpha beta is equal to LCM of m ന് പകരം എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ആൽഫ കോമ ലെങ്ത് ഓഫ് ബീറ്റ. ഹലോ? length of alpha comma length of beta. അപ്പോൾ ആൽഫ ബീറ്റന്റെ ഓർഡർ, അപ്പോൾ ഇൻ ജനറലൈസ് ചെയ്യാം. ഇൻ ജനറൽ order of a permutation of which is a product of disjoint cycles. Disjoint cycles is equal to LCM of lengths of the cycles. ഇതിനങ്ങ് ജനറലൈസ് ചെയ്താൽ മതി. പ്രൂഫ് അങ്ങ് ശ്രദ്ധിക്കണം. നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓർഡറിന്റെ കാര്യങ്ങളെല്ലാം.
ക്വസ്റ്റ്യൻ ആയിട്ട് find the possible orders of the elements in S7 ഇവിടെ S7-ലെ എലമെന്റ്സുകളുടെ ഓർഡറുകൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. S7 എന്താണെന്ന് അറിയാലോ. S7 എന്താണ് നമുക്കറിയാം. 1 2 3 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനാണ് നമ്മൾ S3 എന്ന് വിളിക്കുന്നത്. S3 എന്ന സെറ്റിൽ n ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ, അത് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പാണ്. അതുപോലെ 1 2 3 4 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനാണ് നമ്മൾ S4 എന്ന് വിളിക്കുന്നത്. S4-ൽ 4 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. S4-ഉം പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പാണ്. 1 2 3 4 5 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ S5 എന്ന് വിളിക്കുന്നത്. S5-ൽ 5 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അത് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ കോമ്പോസിഷൻ എന്ന ഓപ്പറേഷനിലെ ഗ്രൂപ്പാണ് അല്ലെ. അതിനെ സിമെട്രിക് ഗ്രൂപ്പ് ഓൺ 5 സിമ്പിൾസ് എന്ന് വിളിക്കും. അടുത്ത് 1 2 3 4 5 6 ഇത് ഈ 1 2 3 4 5 6 എന്ന സെറ്റിൽ 6 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ട്. ഈ പെർമ്യൂട്ടേഷൻസിന്റെ മുഴുവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനാണ് S6 എന്ന് വിളിച്ചത്. X6-നെ നമ്മൾ വിളിക്കുന്ന പേര് സിമെട്രീസ്, ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് ഡിഗ്രി 6 എന്നാണ്. അവിടെ 6 ഫാക്ടോറിയൽ എലമെന്റ് ഉണ്ടായിരിക്കും. S6 ഗ്രൂപ്പാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, S7 അല്ലേ. S7-ൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും നമുക്കറിയാലോ. we have what is S7? S7 നമ്മൾ വിളിക്കുന്ന പേരെന്താ, സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി n അല്ലെ. S7 the symmetric group of degree n, the symmetric group of degree 7, the symmetric group of degree 7 is the set of all, set എന്ന് group of all, group എന്ന് ക്ലിയർ അല്ലേ. group of all permutations, group of all permutations of the set. ഏത് സെറ്റാ 1 2 3 4 5 6 7 എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ. ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ സെറ്റ് 1 2 3 4 5 6 7 അണ്ടർ പെർമ്യൂട്ടേഷൻ കോമ്പോസിഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ജനറൽ ആയിട്ട് പറഞ്ഞിട്ടില്ലേ നമ്മൾ കഴിഞ്ഞ മുമ്പ് 2-3 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞേ എന്താ, Sn എന്ന് വെച്ചാൽ എന്താണ്. Sn എന്ന് വെച്ചാൽ സെറ്റ് 1 2 3 എക്സെട്ര n എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനാണ് Sn എന്ന് വിളിച്ചത്. Sn-നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും, n ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. Sn പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷനിലെ ഗ്രൂപ്പാണ്. ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെ S7-ൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് S7. 2 തൂണിനകത്ത് S7 എഴുതിയാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് S7 എന്നാണ്. 7 ഫാക്ടോറിയൽ ആണ് അല്ലെ. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ, 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എത്ര വരും, 5040 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ മുഴുവൻ എലമെന്റ്സും എഴുതിയിട്ട് അവിടുത്തെ പോസിബിൾ ഓർഡേഴ്സ് ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളോട് Z5-ലെ പോസിബിൾ ഓർഡേഴ്സ് അല്ലെങ്കിൽ Z4-ലെ എലമെന്റ്സിന്റെ പോസിബിൾ ഓർഡേഴ്സ് ചോദിച്ച് നിങ്ങൾ Z1 2 3 4 എന്ന് എഴുതിയിട്ട് 0-ന്റെ ഓർഡർ 1 ആണ്, 1-ന്റെ ഓർഡർ 4 ആണ് അല്ലെ, 2-ന്റെ ഓർഡർ 2 ആണ്, 3-ന്റെ ഓർഡർ എത്രയാ 4 ആണ്, 4-ന്റെ ഓർഡർ എത്രയാണ്, Z4-ൽ 1 2 3 വരെയല്ലേ ഉള്ളൂ. ഇത്രയും. അപ്പോ ഇങ്ങനെയൊക്കെ എഴുതും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് S7-ൽ എത്ര എലമെന്റ്സ് ഉണ്ട്, S7-ൽ 5040 എലമെന്റ്സ് ഉണ്ട്. ഇത്രയും എലമെന്റ്സിന്റെ ഒക്കെ ഓർഡർ ഒന്നൊന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. ശരി, അപ്പൊ നോക്ക്, S7-ലെ എലമെന്റ്സിനെ എനിക്ക് എങ്ങനെ എഴുതാം. അപ്പോ every elements of S7
every elements of S7 is any one of the following form. Any one of the following form. ഒന്നാമത്തേത് if sigma element of S7 എന്ന് എടുത്തു. Number 1. So ഒന്നാമത്തെ കേസ് sigma may be a 7 cycle. sigma ab എന്തായിരിക്കണം, ഒരു 7 cycle ആവാം. കാരണം ഇങ്ങനെയാ 1 2 3 4 5 6 7 ഇങ്ങനെ വരാം. അല്ലെങ്കിൽ സിഗ്മ എങ്ങനെ വരാം, 5040 എലമെന്റ് ഉണ്ട്. ഇപ്പൊ എഴുതുക പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. 2 4 5 6 7 1 ഇങ്ങനെ വരാം. അപ്പൊ ഇങ്ങനെ 7 സൈക്കിളിന്റെ ഒരു ഫോർമാറ്റ് ആയിരിക്കാം. ഇനി 2, സിഗ്മ മേ ബി a product of a 6 cycle and 1 cycle. അല്ലെ, ഇങ്ങനെ കൂടി സിഗ്മ 1 1 2 3 4 5 6 7 അല്ലെ, 2 3 3 4 4 5 5 7 6 അല്ലെ, 7 6 6 2 ഇങ്ങനെ വരാം. ഇവിടെ 1 ഫിക്സ് ചെയ്യാം. ഒരു ഒന്നെന്താവാം, സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് എ 6 സൈക്കിൾ ആൻഡ് 1 സൈക്കിൾ. കാരണം എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയാം. അടുത്ത സിഗ്മ എന്താവും, സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് എ 5 സൈക്കിൾ ആൻഡ് എ 2 സൈക്കിൾ. ഒരു 5 സൈക്കിൾ എങ്ങനെ എഴുതിക്കൂടെ, 1 2 3 4 1 2 3 4 7. അടുത്ത് ഇവിടെ ഇല്ലാത്തവരൊക്കെ 5 6. അപ്പൊ ഇതൊരു 5 സൈക്കിൾ, ഇതൊരു 2 സൈക്കിൾ അല്ലെ, ഒരു 5 സൈക്കിളും ഒരു 2 സൈക്കിളും അങ്ങനെ വരാം. അടുത്ത പറയുടെ ഓപ്ഷൻസ്, സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് ഫോർ സൈക്കിൾ അല്ലെ, 4 സൈക്കിൾ ആൻഡ് എ 3 സൈക്കിൾ. ഒരു 4 സൈക്കിൾ വരാം, അല്ലെങ്കിൽ 3 സൈക്കിൾ വരാം. ശരിയല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വേറൊരു പോസിബിലിറ്റി പറയാം. ഇവിടെ ഒരു 5 സൈക്കിളിന്റെ കാര്യം തന്നെ പറയാം. 5 സൈക്കിൾ ആൻഡ് 2 1 സൈക്കിൾസ് ഇങ്ങനെയും പറയാലോ. സിഗ്മ എങ്ങനെ ഇരിക്കാം, എങ്ങനെ ഒരു 5 സൈക്കിൾ ആയിരിക്കും, ഒരു 3 4 5 6 7 5 സൈക്കിൾ, പിന്നെ 1 ഫിക്സഡ് 2 ഫിക്സഡ് ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. 5 സൈക്കിളിന്റെ കൂടെ നമ്മളെല്ലാം തീർത്തങ്ങ് പോവാം. 7 ആണെങ്കിൽ വേറെ ഇല്ല, 6ഉം 1ഉം വേറെ ഇല്ല, 5ഉം 2ഉം. അടുത്ത 5ഉം 2 1 സൈക്കിളും. അടുത്ത് അഞ്ചാമത്തെ, സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ്, വളരെ സിമ്പിൾ ആണ്, എ 5 സൈക്കിളിനകത്ത് 4 സൈക്കിൾ ആൻഡ് 3 സൈക്കിൾ അല്ലെ, ഒരു 4 സൈക്കിളും ഒരു 3 സൈക്കിളിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് സിഗ്മ എഴുതാം. അടുത്തോ, സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് എ 4 സൈക്കിൾ തന്നെ ഇനി ബാക്കിയൊക്കെ മാറ്റം വരുത്താം. 4 സൈക്കിൾ ആൻഡ് 3 ഒരു 2 സൈക്കിളും ഒരു 1 സൈക്കിളും ആക്കാമല്ലോ. പ്രോഡക്റ്റ് ഓഫ് 1 2 സൈക്കിൾ ആൻഡ് 1 സൈക്കിൾ. ശരിയല്ലേ? സിഗ്മ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടി, 2 5
7 6 അടുത്ത് 1 4 പിന്നെ അതില്ലാത്ത 3 ഫിക്സഡ് ഒരു 4 സൈക്കിൾ ഒരു 2 സൈക്കിൾ ഒരു 1 സൈക്കിൾ ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഒരു എലമെന്റ് അല്ല ഇതുപോലത്തെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അത് എത്ര എലമെന്റ്സ് ആണെന്ന് നമ്മൾ വഴിയെ കണ്ടുപിടിക്കും. So sigma may be a product of 4 cycle and 2 cycle and 1 cycle. Next 7 എന്താ അടുത്ത് 4 വേറെ വഴിയുണ്ടോ? 4 വന്ന വേറെ ഇല്ലല്ലോ. 4 വന്ന വേറെ എന്താ 4 വന്ന ഒരു 4 സൈക്കിളും പിന്നെ ബാക്കി 3 1 സൈക്കിൾ ആക്കാലോ അല്ലെ. 1 2 3 4 5 6 7 അതുകൊണ്ടല്ലോ സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് എ 4 സൈക്കിൾ and 3 1 cycles അതും എഴുതാം അല്ലെ. 7 sigma may be a product of a 4 cycle and 3 1 cycles. അടുത്ത് പറ. ഇനി 4ന്റെ കാര്യം കഴിഞ്ഞല്ലോ. അടുത്ത ഏത് ഓപ്ഷൻ ആണല്ലേ? 3 സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് എ 3 സൈക്കിൾ. 3 കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 7 എണ്ണം അല്ലേ? 4 അല്ലേ? 3ഉം 4ഉം എഴുതുന്നുണ്ട്. കാരണം നമ്മളവിടെ 4ഉം 3ഉം തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല അതിപ്പം 4ഉം 3ഉം എഴുതിയിട്ടുണ്ട്. അപ്പൊ 3ഉം 4ഉം ഇനി എഴുതിണ്ട. അടുത്ത എഴുതിയ 3 സൈക്കിൾ ആൻഡ് 4 എഴുതണ്ട. 2 2 സൈക്കിൾ എഴുതാലോ. ആൻഡ് ശരിയാണോ? വേണമെങ്കിൽ ഇവിടെ അടുത്ത് ഞാൻ പറയണം മനസ്സിലാവണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇപ്പൊ 1 2 3 4 ഒരു 3 സൈക്കിൾ. അടുത്ത് 3 സൈക്കിൾ ആകുമ്പോൾ 3 വരെയല്ലേ ഉള്ളൂ. അടുത്തെന്താ ബാക്കി 4 എലമെന്റ്സ് ഉണ്ട്. എനിക്കിങ്ങനെ എന്തൊക്കെ വഴിയുണ്ട് 4 എലമെന്റ്സിന്? 5 6 7 4. പക്ഷെ ഇത് വേണ്ട. കാരണം ഇതിപ്പോ നമ്മൾ ഈ ഓപ്ഷൻ നേരത്തെ എടുത്തു കഴിഞ്ഞു അല്ലെ. ഈ ഓപ്ഷനാണ് നേരത്തെ 4ാമത് എടുത്ത് 5ാമത് എടുത്തു കഴിഞ്ഞാൽ 4 സൈക്കിൾ ആൻഡ് 3 സൈക്കിൾ. അപ്പൊ അതിന് വേണ്ട. അപ്പൊ ഈ ഓപ്ഷൻ വേണ്ട. അടുത്ത് 1 2 3 പിന്നെ എങ്ങനെയാ 5 6 7 ഇങ്ങനെ എഴുതാം 4. അതുപോലെ തന്നെ 1 2 3 5 6 7 4. അതുപോലെ തന്നെ 1 2 3 5 6 7 4 അല്ലെ. ഒരു 3 ഫിക്സ് ചെയ്യണം. ബാക്കി ഒരു 3 സൈക്കിൾ വരുമ്പോൾ ബാക്കി എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടോ അതൊക്കെ ചെയ്ത് എഴുതുക. അടുത്ത് 1 2 3 5 6നെ 5 സിംഗിൾ ആക്കാല. 5 6 7 8 4 ഇങ്ങനെ എഴുതിക്കൂടി. അപ്പൊ ഒരു 3 സൈക്കിളും ഒരു 3 സൈക്കിളും അല്ലെ. രണ്ട് 3 സൈക്കിളും ഒരു 4 സൈക്കിളും. അപ്പോ പ്രോഡക്റ്റ് ഓഫ് 3 സൈക്കിൾ ആൻഡ് അഗൈൻ എ 3 സൈക്കിൾ ആൻഡ് 1 സൈക്കിൾ. അടുത്ത് അപ്പോ ഇതിന്റെ കാര്യം കഴിഞ്ഞു. അടുത്ത് 2 2 സൈക്കിൾസ് അല്ലെ. അപ്പൊ സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് a 3 cycle and a 2 cycle and 2 1 cycles. അപ്പോ ഇതിന്റെ കാര്യവും കഴിഞ്ഞു. അടുത്തേതാ ഒരു 3 സൈക്കിൾ അത് ഓക്കെ ഫിക്സഡ് ആണ്. ഒരു 3 സൈക്കിൾ ഒരു 2 സൈക്കിൾ 2 1 സൈക്കിൾ അത് കഴിഞ്ഞല്ലോ. അപ്പൊ അതും കഴിഞ്ഞു. അടുത്ത് 3 3 1 എടുത്തു, 3 2 2 എടുത്തു. അടുത്ത് 3 2 1 അതിൽ അടുത്ത് ഇത് എഴുതുന്നില്ലല്ലോ. 10 സിഗ്മ
നേരത്തെ ആൻഡ് ടു സൈക്കിൾ എഴുതിയില്ലല്ലോ. 3 സൈക്കിൾ ആൻഡ് ടു സൈക്കിൾസ്. അപ്പോൾ 4ന്റെ 2 × 2 എഴുതി കൂടി. 2 സൈക്കിൾസ്. സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് a 3 cycle, a 2 cycle, a 2 cycle and 2 1 cycles. 2 1 cycles. അപ്പോ ഈ കാര്യം കഴിഞ്ഞു. ലാസ്റ്റ് ഏതാ? ഒരു 3 സൈക്കിൾ ബാക്കി 4 1 സൈക്കിൾസ് അല്ലെ? ഒരു 3 സൈക്കിൾസും ബാക്കി 4 1 സൈക്കിൾസ്. So sigma may be a product of a 3 cycle and 4 and 4 1 cycles and 4 1 cycles. അപ്പോ 3ന്റെ എല്ലാം കഴിഞ്ഞു. അടുത്ത് 2 ഇല്ലേ? അപ്പോ 12 അല്ലേ? 2 വരുമ്പോ അപ്പൊ ഇത് 1 2. ബാക്കി എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? 2 കഴിഞ്ഞാൽ അടുത്ത് 5 ഉണ്ട്. അത് എടുക്കണ്ട, കാരണം നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ 5 എടുത്തപ്പോൾ 5 2 എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് എടുക്കണ്ട. ഒരു 2 കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഒരു 3 2 അതും എടുത്തിട്ടുണ്ടാ. 3 എടുത്തപ്പോ അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വലുതൊന്നും എടുക്കണ്ട, ഇതിനേക്കാളും വലുതൊന്നും എടുക്കണ്ട, ചെറുതെടുത്താൽ മതി. 1 2 എടുത്താല് 2 3 എടുക്കാലോ. 4 2 3 അല്ല, 2 3 എടുക്കാലോ, ഡിസ്റ്റന്റ് ആവണം. 6 3 5 7 അല്ലെ? 1 2 പിന്നെ 4 ഫിക്സഡ്. അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഒരു 2 സൈക്കിൾ ആണെങ്കിൽ ബാക്കി 2 2 സൈക്കിൾസും ഒരു സിംഗിൾ സൈക്കിൾ. പിന്നെ ഒരു 2 സൈക്കിളും അടുത്ത് രണ്ടാമത്തെ 2 സൈക്കിൾ ആക്കിയിട്ട് ഈ 5 7നെ സിംഗിൾ സൈക്കിൾസ് ആക്കാം. 5 7 4. അടുത്ത് അപ്പോ ഇവിടെ ഇത് വേണ്ട. ഒരു 2 സൈക്കിൾ 3 2 സൈക്കിളും ഒരു സിംഗിൾ സൈക്കിളും, 2 2 സൈക്കിളും ഒരു 3 സിംഗിൾ സൈക്കിളും. അടുത്ത ഏതാ? ഒരു 2 സൈക്കിളും ബാക്കിയെല്ലാം സിംഗിൾ സൈക്കിൾസ് അല്ലേ? ഇത്രയും ഓപ്ഷൻ ആണുള്ളത്. അപ്പോ അടുത്ത ഓപ്ഷൻ എന്താ? സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് 2 cycles, 2 അല്ല 3 അല്ലെ? 3 2 cycles and 1 or 3 2 cycles. 3 2 cycles, 3 2 cycles and 1 1 cycle and a 1 cycle and a 1 cycle. അടുത്ത് അപ്പോ ഈ ഇതിന്റെ കാര്യം കഴിഞ്ഞു. അടുത്തെന്താ? 2 2 സൈക്കിളും 3 സിംഗിൾ സൈക്കിളും. സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് 2 2 cycles and 3 1 cycle. അടുത്ത് 14. അപ്പൊ ഈ ഓപ്ഷൻ കഴിഞ്ഞു. സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് 1 2 cycle, 1 2 cycle and 1 2 3 4 5 5 1 cycles and 5 1 cycles. അപ്പൊ ഇത്രയും എലമെന്റ്സേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ, ഇനി എല്ലാം സിംഗിൾ സൈക്കിൾ ആവാം അല്ലെ? അടുത്ത 15ാമത്തെ ഓപ്ഷൻ സിഗ്മ മേ ബി ഐഡന്റിറ്റി. ഐഡന്റിറ്റി ആവുമ്പോഴല്ലേ എല്ലാം ഫിക്സഡ് ചെയ്യണേ. എല്ലാം ഫിക്സ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ആവുമല്ലോ അല്ലെ? ഓൾ ആർ ഫിക്സഡ്, ഓൾ എലമെന്റ്സ് ആർ ഫിക്സഡ്, ഓൾ എലമെന്റ്സ് ആർ ഫിക്സഡ്.
അല്ലെങ്കിൽ എന്ത് പറയാം, all elements are fixed അല്ലെങ്കിൽ all elements are fixed അല്ലെങ്കിൽ 7 single cycles, 7 one cycles, 7 one cycles. അതാണല്ലോ ഐഡന്റിറ്റി എലമെന്റ്. നോക്കടേ, ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇനി ഓർഡർ പറയാൻ എളുപ്പമല്ലേ. സിഗ്മ മേ ബി എ 7 സൈക്കിൾ. 7 സൈക്കിളിന്റെ ഓർഡർ എത്രയാ? ഇവിടെ 7 സൈക്കിളിന്റെ ഓർഡർ എത്രയാടേ? ഇവിടെ 7 സൈക്കിളിന്റെ ഓർഡർ എത്രയാ? അതിന്റെ ലെങ്ത് അല്ലേ? അപ്പൊ ഇവിടെ ഓർഡർ എന്താവും? ഇവിടെ ഓർഡർ ഓഫ് സിഗ്മ എന്താവും? ഓർഡർ ഓഫ് സിഗ്മ 7 ആവും അല്ലെ? ലെങ്ത് അല്ലേ ഓർഡർ? ഇവിടെ സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് 6 സൈക്കിൾ ആൻഡ് 1 സൈക്കിൾ. 1 സൈക്കിൾ അപ്പൊ 6ന്റെ 1ന്റെ LCM എടുത്താൽ മതി, അതിൽ കഴിഞ്ഞ് തീരാൻ പറയണേ. അപ്പൊ ഓർഡർ ഓഫ് സിഗ്മ എന്താവും? 6ന്റെ 1ന്റെ LCM 6 ആവും. ഇവിടെ 5 2, 5 2ന്റെ LCM എത്രയാ? ഒരു 5 സൈക്കിളിന്റെയും 2 സൈക്കിളിന്റെ LCM എത്രയാണ്? ഓർഡർ ഓഫ് സിഗ്മ 5ന്റെയും 2ന്റെ LCM എത്ര? 10 അല്ലേ? അപ്പോ അടുത്ത് നോക്കിയാൽ ഒരു 5 സൈക്കിൾ, 2 1 സൈക്കിൾ, 5ന്റെയും 1ന്റെ LCM എത്രയാ? അത് 5 തന്നെ. അടുത്ത് 4 സൈക്കിളും 3 സൈക്കിളും, ഒരു 4 സൈക്കിളും ഒരു 4ന്റെയും 3ന്റെ LCM എത്രയാ? 12 ആണ്. ഇവിടെ നോക്കിയാൽ ഒരു 4 ഇങ്ങനെയാണ്, സിഗ്മ ഇസ് ഈക്വൽ ടു LCM ഓഫ്, ഇവിടെ ഒരു 4 സൈക്കിൾ ഉണ്ട്, പിന്നെയോ ഒരു 2 സൈക്കിൾ ഉണ്ട്, പിന്നെ 4ന്റെ 2ന്റെ 1ന്റെ LCM അത് 4 അല്ലേ? അതാണ് ഇപ്പൊ തിയറം പഠിച്ചത് പറയാൻ വേണ്ടിട്ടാ. ഇനി ഇവിടെ സിഗ്മ എന്താണ്? LCM ഓഫ് 4 സൈക്കിളും പിന്നെ ഒരു 3 സൈക്കിളും, അല്ല 3 1 സൈക്കിളാണ്, ശ്രദ്ധിക്കണേ. 3 1 സൈക്കിൾസ് ആണ്, 3 1 സൈക്കിൾസ് ആണ്. ഇങ്ങനെ വരും 4ന്റെ 1ന്റെ LCM 4. ഇവിടെ നോക്കിയേ, സിഗ്മ ഇസ് ഈക്വൽ ടു LCM ഓഫ് ഒരു 3 സൈക്കിൾ, വീണ്ടും 3 സൈക്കിൾ, പിന്നെ 1 സൈക്കിൾ. 3ന്റെ 1ന്റെ LCM 3 ആണ്. അടുത്ത് LCM ഓഫ് 3 സൈക്കിൾ 2 സൈക്കിൾസ്, 3 2 5 2 7. ഓക്കെ അല്ല, 3ന്റെ 2ന്റെ LCM 6 ആണ്. അടുത്ത് നോക്കിയേ, സിഗ്മ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് എ 3 സൈക്കിൾ, 2 സൈക്കിൾ ആൻഡ് 2 1 സൈക്കിൾ. 3 2 5 2 7 ആയല്ലേ? അവിടെയും 6 LCM. അടുത്തത് ഇതാ 3 സൈക്കിൾ 4 1 സൈക്കിൾ, 1 2 3 4, അത് LCM 3 ആണ്. അടുത്തിവിടെ 2 സൈക്കിൾ ആൻഡ് product of 3 2 cycles. So sigma is equal to LCM of 2 2 2 1. 2ന്റെ 1ന്റെ LCM 2 ആണ്. അടുത്ത് നോക്കിയേ, 2 2 2 1 1 1, അത് LCM 2 ആണ്. ഇവിടെ LCM of 1 2 cycles and 5 1 cycles അല്ലെ? 1 2 3 4 5, 2ന്റെ 1ന്റെ LCM 2 ആണ്. ഇനി ഇവിടെയോ ഓർഡർ ഓഫ് സിഗ്മ എന്നാണ്, ഓർഡർ ഓഫ് സിഗ്മ ആണെന്ന് പറയുന്നത്. ഓർഡർ ഓഫ് സിഗ്മ ആണ് കണ്ടുപിടിക്കണേ. ഓർഡർ ഓഫ് സിഗ്മയിൽ നമ്മൾ ചോദിക്കണം. ഓക്കെ, ഇവിടെ ഓർഡർ ഓഫ് സിഗ്മ ഈസ് 1, ഒരു ഐഡന്റിറ്റി ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ടേ? ഓർഡർ വരേണ്ട പോസിബിലിറ്റി ആരാ? The orders of the elements of S7 are, അല്ലെ? Hence the orders of the elements of S7 are, hence the orders of the elements of S7 are 1 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട് അല്ലെ, 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, പിന്നെ ആരാ? 10 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. ശരിയാണോ?
1 2 3 4 5 6 7 പിന്നെ ആര് വന്നു 10 വന്നു 12 വന്നു 7 6 7 10 12 അല്ലേ 2 3 1 2 3 4 5 6 7 10 12 ഇത്രയേ ഉള്ളൂ